എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിന്റെ പ്ലേലിസ്റ്റിൽ LPPയുടെ ക്വസ്റ്റ്യൻസ് സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന രീതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. മാക്സിമൈസേഷൻ പ്രോബ്ലം തന്നെയാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അതുകൊണ്ട് 3 കൺസ്ട്രെയിൻസിലും ഓരോ സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കാം. CB കോളത്തിലെ എല്ലാ വാല്യൂസും 0 ആയതുകൊണ്ട് തന്നെ ZJ വാല്യൂസ് എല്ലാം 0 ആയിരിക്കുമല്ലോ. ZJ മൈനസ് CJ ചെയ്യുമ്പോൾ ഡെൽറ്റ ജെ വാല്യൂസിൽ നെഗറ്റീവ് വാല്യൂസ് വന്നിരിക്കുന്നതുകൊണ്ട് ഒപ്റ്റിമം ആയിട്ടില്ല. ഹയസ്റ്റ് നെഗറ്റീവ് -5 ആയതുകൊണ്ട് X2 ആണ് ഇൻകമിംഗ്. ഇനി തീറ്റ കോളം കണ്ടുപിടിക്കാൻ XB കോളത്തിനെ X2 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം 8/3 ചെയ്യുക. ആൻസർ 2.67 എന്ന് വരും. 10/2 ചെയ്യുമ്പോൾ 5, 15/2 ചെയ്യുമ്പോൾ 7.5. ഇതിൽ മിനിമം 2.67 ആയതുകൊണ്ട് S1 ആണ് ഔട്ട് ഗോയിങ്. അപ്പോൾ X2 ഇൻകമിംഗ്, S1 ഔട്ട്ഗോയിങ് ആൻഡ് കീ എലമെന്റ് 3. ഇനി സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കാം. കീ എലമെന്റ് 3 ആയതുകൊണ്ട് ഫസ്റ്റ് റോനെ, അതായത് XB തുടങ്ങി റൈറ്റിലേക്ക് ഫുൾ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് പുതിയ ടേബിളിന്റെ ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക. ബി കോളത്തിൽ S1 മാറ്റി പകരം X2 ആക്കുക. CB കോളത്തിൽ X2ന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യന്റ് എഴുതുക. ഇനി നോക്കൂ, കീ എലമെന്റിന്റെ താഴെയുള്ള 2 വാല്യൂസും 2 ആണ്. അതിനെ രണ്ടിനെയും 0 ആക്കാൻ ആദ്യം സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിന്റെ ഫസ്റ്റ് റോയിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ടേബിളിലെ സെക്കൻഡും തേർഡും റോയിൽ നിന്ന് ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച വാല്യൂസ് മൈനസ് ചെയ്യാണ് വേണ്ടത്. ആദ്യം നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 8/3നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16/3, അതായത് ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 2/3നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 4/3 എന്നാവും. 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, 0നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ. 1/3നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 ദാറ്റ് ഈസ് 2/3 എന്നാവും. പിന്നെ 2 വാല്യൂസും 0 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 0 തന്നെ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് റോയിൽ നിന്നും ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് സബ്ട്രാക്ട് ചെയ്തെടുക്കാം. ആദ്യം 10 - 16/3 ചെയ്യാം. 10നെ 10/1 ആക്കി എടുക്കുമ്പോൾ ആൻസർ 14/3 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് 0 - 4/3 ചെയ്യാം. -4/3 ആണ് ആൻസർ. 2 - 2 ചെയ്യുമ്പോൾ 0, 5 - 0 ചെയ്യുമ്പോൾ 5, 0 - 2/3 -2/3 ആയിട്ടും 1 - 0 1, 0 - 0 0 എന്നിങ്ങനെ പുതിയ സെക്കൻഡ് റോയിലെ വാല്യൂസ് കിട്ടുന്നു. ഇനി തേർഡ് റോ കിട്ടുന്നതിന് വേണ്ടി ഈ സെയിം റെഡ് കളറിലുള്ള വാല്യൂസിനെ തേർഡ് റോയിൽ നിന്നും മൈനസ് ചെയ്യാം, അതായത് ഫസ്റ്റ് ടേബിളിന്റെ തേർഡ് റോയിൽ നിന്ന്. 15 - 16/3 ചെയ്യുമ്പോൾ 29/3 എന്നും 3 - 4/3 ചെയ്യുമ്പോൾ 5/3 ആയിട്ടും ബാക്കി വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയും വരുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് സിംപ്ലക്സ് ടേബിളും കിട്ടിക്കഴിഞ്ഞു. ZJ വാല്യൂസ് കണ്ടുപിടിക്കുക, ദെൻ ഡെൽറ്റ ജെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് 10/3 - 3 ചെയ്യുമ്പോൾ 1/3 ആണ് ആൻസർ കിട്ടുന്നത്. ബാക്കിയുള്ള വാല്യൂസ് കൂടെ മൈനസ് ചെയ്തെടുക്കുക. ഡെൽറ്റ ജെ വാല്യൂസിൽ വീണ്ടും നെഗറ്റീവ് വന്നിരിക്കുന്നുണ്ട്, ഒപ്റ്റിമം ആയിട്ടില്ലല്ലോ. സോ X3 ആണ് നെക്സ്റ്റ് ഇൻകമിംഗ്. ഇനി ഔട്ട് ഗോയിങ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തീറ്റ കോളം കണ്ടുപിടിക്കണം. അതിനായി XB കോളത്തിനെ X3 കോളം വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആദ്യം 8/3നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഇൻഫിനിറ്റി എന്ന് വേണം എഴുതാൻ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് പോസിറ്റീവ് ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ 0 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡ് എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും തീറ്റ കോളത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളൊരു ഹൈഫൺ ഇട്ടാൽ മതി. അതായത് അവിടെ ഒരു വലിയ വാല്യൂ ഉണ്ട് എന്നുള്ള ഒരു മീനിങ്ങിൽ. ബാക്കി ഇനിയുള്ള വാല്യൂസ് ഡിവൈഡ് ചെയ്യുമ്പോൾ 14/3 ÷ 5 ചെയ്യുമ്പോൾ 14/15 എന്ന് കിട്ടുന്നു. 29/3നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 29/12 എന്ന് കിട്ടുന്നു. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഈ ഫ്രാക്ഷൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 14/15 ആണ് മിനിമം എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ S2 ആണ് നെക്സ്റ്റ് ഔട്ട് ഗോയിങ്. അപ്പോൾ ഔട്ട് ഗോയിങ് S2, ഇൻകമിംഗ് X3 ആൻഡ് കീ എലമെന്റ് 5. പുതിയ ടേബിളിൽ S2 മാറ്റി പകരം X3 ആക്കുക. X3യുടെ Zലെ കോഎഫിഷ്യന്റ് CB കോളത്തിൽ എഴുതുക. എന്നിട്ട് കീ എലമെന്റ് 5 കൊണ്ട് സെക്കൻഡ് റോയിനെ ഡിവൈഡ് ചെയ്യാം.
14/3 ഡിവൈഡ് ചെയ്യുമ്പോൾ 14/15 എന്നാകുന്നു. -4/3 ഡിവൈഡ് ചെയ്യുമ്പോൾ -4/15 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് രണ്ട് വാല്യൂസ് ഇങ്ങനെ വരുന്നു. -2/3 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -2/15 എന്നാകുന്നു. നെക്സ്റ്റ് രണ്ട് വാല്യൂസ് ഇങ്ങനെ കിട്ടുന്നു. ഇനി കീ എലമെന്റ് 5ന്റെ മുകളിലും താഴെയുള്ള വാല്യൂസിനെ 0 ആക്കണം. നോക്കൂ, കീ എലമെന്റിന്റെ മുകളിലുള്ള വാല്യൂ ഓൾറെഡി 0 ആണ്. അപ്പോൾ എളുപ്പമായില്ലേ? അപ്പോൾ ആ റോ ഒരു ചേഞ്ചും കൂടാതെ തന്നെ നമുക്ക് തേർഡ് ടേബിളിന്റെ ഫസ്റ്റ് റോ ആയിട്ട് എഴുതാം. ഇനി നമുക്ക് കീ എലമെന്റിന്റെ താഴെയുള്ള 4നെ 0 ആക്കാം. അതിനായി കീ എലമെന്റ് 1 ആക്കി മാറ്റിയ തേർഡ് ടേബിളിന്റെ സെക്കൻഡ് റോയിനെ ആദ്യം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഈ വാല്യൂസ് സെക്കൻഡ് ടേബിളിന്റെ തേർഡ് റോയിൽ നിന്ന് മൈനസ് ചെയ്യാം. ആദ്യം 29/3 -56/15 ചെയ്യാം. 29/3യിലെ ഡിനോമിനേറ്ററായ 3നെ 15 ആക്കാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ 89/15 എന്ന ആൻസർ കിട്ടുന്നു. 5/3 -16/15 ചെയ്യുമ്പോൾ 41/15 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് രണ്ട് വാല്യൂസ് ഇങ്ങനെ വരുന്നു. -2/3 -8/15 ചെയ്യുമ്പോൾ -2/15 എന്ന ആൻസർ കിട്ടുന്നു. നെക്സ്റ്റ് രണ്ട് വാല്യൂസ് ഇങ്ങനെയും വരുന്നു. അപ്പോൾ തേർഡ് സിംപ്ലക്സ് ടേബിളും കിട്ടിക്കഴിഞ്ഞു. ഇനി ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാം. അതിനായി ZJ വാല്യൂസ് കണ്ടുപിടിക്കാം. CB കോളത്തിൽ 2 നോൺ സീറോ വാല്യൂസ് ആണുള്ളത്. അതിനെ ഓരോ കോളം വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴാണ് ZJ വാല്യൂസ് കിട്ടുന്നത് നമുക്കറിയാമല്ലോ. ആദ്യം X1 കോളത്തിന്റെ ZJ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 5 × 2/3 4 × -4/15 ചെയ്യുക. അപ്പോൾ ആൻസർ 34/15 കിട്ടുന്നു. നെക്സ്റ്റ് X2ന്റെയും X3യുടെയും ZJ വാല്യൂസ് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇനി S1ന്റെ ZJ വാല്യൂ കണ്ടുപിടിക്കാൻ 5 × 1/3 4 × -2/15 ചെയ്യുക. അപ്പോൾ ആൻസർ 17/15 എന്ന് കിട്ടുന്നു. ബാക്കി വാല്യൂസ് കൂടെ ഇതേപോലെ കണ്ടുപിടിക്കുക. ഇനി ΔJ വാല്യൂസ് കണ്ടുപിടിക്കാമല്ലോ. ആദ്യം 34/15 -3 ചെയ്യുമ്പോൾ -11/15 എന്ന് കിട്ടുന്നു. ബാക്കി വാല്യൂസ് ഇങ്ങനെയും വരുന്നു. നോക്കൂ, ഇവിടെയും ഒപ്റ്റിമം വന്നിട്ടില്ല. ഇത്തവണ X1 ആണ് ഇൻകമിങ്. തീറ്റ കോളം കണ്ടുപിടിക്കാം. XBനെ X1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആദ്യം 8/3 / 2/3 ചെയ്യുമ്പോൾ 8/3 × 3/2 എന്ന് എഴുതാമല്ലോ. ഇവിടെ നമുക്കൊന്ന് വെട്ടിക്കുറച്ച് നോക്കാം. ഒരു 3 മുകളിലും ഒന്ന് താഴെയുണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 8/2 എന്നാവുന്നു. 2 8ൽ 4 പ്രാവശ്യം പോകും. അതുകൊണ്ട് ആൻസർ 4 എന്ന് കിട്ടുന്നു. 8/3യും 3/2ഉം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റിയത്. ഈ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആദ്യത്തെ തീറ്റ വാല്യൂ 4 എന്ന് കിട്ടി. ഇനി X1ലെയും XBയിലെയും അടുത്ത വാല്യൂസ് ഡിവൈഡ് ചെയ്യണം. XBയുടെ അടുത്ത വാല്യൂ പോസിറ്റീവും X1ന്റെ അടുത്ത വാല്യൂ നെഗറ്റീവുമാണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണല്ലോ കിട്ടുക. അപ്പോൾ തീറ്റയുടെ അടുത്ത വാല്യൂ നെഗറ്റീവ് എന്ന് എഴുതിയാൽ മതി. ഇനി തീറ്റയിലെ തേർഡ് വാല്യൂ കണ്ടുപിടിക്കാം. 89/15നെ 41/15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 89/15 × 15/41 ആകുന്നു. ഇതില് മുകളിലും താഴെയും 15 ഉള്ളത് കൊണ്ട് മാത്രമല്ല ഈ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് 15നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ആൻസർ അപ്പോൾ 89/41 എന്നാകുന്നു. അപ്പോൾ തീറ്റയുടെ എല്ലാ വാല്യൂസും കിട്ടി. 89/41 ആണ് മിനിമം. അപ്പോൾ S3 ആണ് ഔട്ട് ഗോയിങ്. S3 ഔട്ട് ഗോയിങ്, X1 ഇൻകമിങ്, മാത്രമല്ല 41/15 ആണ് കീ എലമെന്റ്. ഫോർത്ത് ടേബിളിൽ B കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തുക. ഇനി നമുക്ക് കീ എലമെന്റിനെ 1 ആക്കാൻ ആ റോയിനെ 41/15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 89/15നെ നമ്മൾ തൊട്ടു മുന്നേ ഡിവൈഡ് ചെയ്തതാണല്ലോ. അപ്പോൾ ആൻസർ 89/41 എന്നാണ് കിട്ടിയത്. അതിവിടെ എഴുതുക.
ഇനി ബാക്കിയുള്ള വാല്യൂസിനെയും കൂടെ ഡിവൈഡ് ചെയ്യണം. ശ്രദ്ധിക്കുക, 41/15 വെച്ചിട്ട് ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് ന്യൂമറേറ്ററിലുള്ള ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ 41/15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കലായ 15/41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 41/15നെ 15/41 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ ടേംസും ക്യാൻസൽ ആയി പോയിട്ട് 1 കിട്ടുന്നു. 0നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, -2/15നെ 15/41 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 ക്യാൻസൽ ചെയ്ത് പോയിട്ട് -2/41 എന്ന് കിട്ടുന്നു. -4/5നെ 15/41 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 15ൽ 3 പ്രാവശ്യം പോകും. അപ്പോൾ 5ഉം 15ഉം ക്യാൻസൽ ചെയ്ത് 15ന്റെ അവിടെ 3 എഴുതാം. അപ്പോൾ ആൻസർ -12/41 എന്ന് കിട്ടുന്നു. 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15/41. ഇനി നമുക്ക് കീ എലമെന്റിന് മുകളിലുള്ള 2/3നെ 0 ആക്കാൻ ആദ്യം 4th ടേബിളിന്റെ 3rd റോയിനെ, അതായത് കീ എലമെന്റ് 1 ആക്കി വെച്ചിരിക്കുന്ന റോയിനെ 2/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം 89/41നെ 2/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 178/123 കിട്ടുന്നു. 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/3 എന്നും ബാക്കിയുള്ള രണ്ട് വാല്യൂസ് 0 ആയതുകൊണ്ട് ആൻസർ സീറോസും വരുന്നു. നെക്സ്റ്റ് -2/14നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4/123 കിട്ടുന്നു. -12/14നെ 2/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ൽ 3 4 പ്രാവശ്യം പോകും. അതുകൊണ്ട് 12ഉം 3യും കൂടെ ക്യാൻസൽ ചെയ്ത് 12ന്റെ പ്ലേസിൽ 4 എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിൽ -4 × 2 എന്നാവും. അപ്പോൾ ന്യൂമറേറ്റർ -8 ആയിട്ട് മാറുന്നു. അപ്പോൾ ആൻസർ -8/41 എന്നാകുന്നു. ഇനി 15/41നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 15ൽ 5 പ്രാവശ്യം പോകും. അപ്പോൾ ആൻസർ 10/41 എന്നാകുന്നു. ഇനി നമുക്ക് ഈ റെഡ് കളറിലുള്ള വാല്യൂസ് 3rd ടേബിളിലെ ഫസ്റ്റ് റോയിൽ നിന്നും മൈനസ് ചെയ്യാം. 8/3 -178/123 ചെയ്യുമ്പോൾ 3നെ 123 ആക്കാൻ വേണ്ടിയിട്ട് 8/3യുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 41 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് 41 ആണെന്ന് മനസ്സിലായത്? 3നെ 123 ആണ് ആക്കേണ്ടത്. അപ്പോൾ 123യെ ഒന്ന് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ 41 എന്ന് കിട്ടുന്നു. അതായത് 3യെ 41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 123 ആവുന്നത്. അങ്ങനെ 41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ സെയിം ആക്കി മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 50/41 എന്ന് കിട്ടുന്നു. ബാക്കിയുള്ള 3 വാല്യൂസ് ഇങ്ങനെ വരുന്നു. ഇനി 1/3 -4/123 ഇതേപോലെ തന്നെ ചെയ്തെടുക്കുമ്പോൾ ആൻസർ 15/41 എന്ന് കിട്ടുന്നു. ലാസ്റ്റ് 2 വാല്യൂസ് ഇങ്ങനെയും വരുന്നു. ഇനി നമുക്ക് -4/15നെ 0 ആക്കണം. അതിനായി കീ എലമെന്റ് 1 ആയിട്ടുള്ള 4th ടേബിളിന്റെ 3rd റോനെ 4/15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 89/41നെ 4/15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 356/615 എന്ന് വരുന്നു. 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/15 എന്നും പിന്നെയുള്ള രണ്ട് വാല്യൂസും 0 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആൻസർ സീറോസ് എന്ന് വരുന്നു. -2/14നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8/615 എന്ന് കിട്ടുന്നു. -12/41നെ 4/15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം 15ഉം 3 ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്ത് കളയാം. 12ൽ 3 4 പ്രാവശ്യവും 15ൽ 3 5 പ്രാവശ്യവും പോകും. അപ്പോൾ ആൻസർ -16/205 എന്ന് കിട്ടുന്നു. 15/41നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15ഉം 15ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആൻസർ 4/41 എന്ന് കിട്ടുന്നു. നമുക്ക് -4/15നെയാണ് 0 ആക്കേണ്ടത്. നമ്മൾ 3rd റോയിനെ മൾട്ടിപ്ലൈ ചെയ്തത് പോസിറ്റീവ് 4/15 യൂസ് ചെയ്തിട്ടാണ്. സോ -4/15 ഉള്ള 3rd ടേബിളിലെ 2nd റോയിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ റെഡ് കളറിലെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോഴാണ് ആ -4/15 0 ആയി പോകുന്നത്. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇനി ആദ്യം 14/15 പ്ലസ് 356/615 ചെയ്യുമ്പോൾ 62/41 എന്ന് കിട്ടുന്നു. 4/15ഉം -4/15ഉം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു.
സീറോയും സീറോയും ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ആൻസർ 0 കിട്ടുന്നു. 1ഉം 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 1 വരുന്നു. -2/15ഉം -8/615ഉം ആഡ് ചെയ്യുമ്പോൾ -6/41 എന്ന് കിട്ടുന്നു. 1/5ഉം -16/205ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5/41 എന്നും 0യും 4/41ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4/41 എന്നും ആൻസർ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഫോർത്ത് ടേബിൾ കംപ്ലീറ്റ് ആയി കിട്ടിക്കഴിഞ്ഞു. ഇനി ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാം. അതിനായി ZJ വാല്യൂസ് കണ്ടുപിടിക്കാം. ZJയുടെ ആദ്യത്തെ 3 വാല്യൂസ് ഈസിയാണ്. 3, 5, 4 എന്നിങ്ങനെ വരുന്നു. S1ന്റെ ZJ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ CB കോളം കൊണ്ട് S1 കോളത്തിലെ കറസ്പോണ്ടിങ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. S1 കോളത്തിലെ വാല്യൂസിന്റെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആണ്, 41. CB കോളത്തിലാണെങ്കിൽ വാല്യൂസിന്റെ എല്ലാം ഡിനോമിനേറ്റർ 1 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിനോമിനേറ്റർ ചേഞ്ച് ആവുന്നില്ലല്ലോ. അതായത് CB കോളം കൊണ്ട് S1 കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 41 തന്നെയായിട്ട് നിൽക്കുന്നു എല്ലാ വാല്യൂസിന്റെയും. ഇനി ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്ത് ആ ഒറ്റ ഡിനോമിനേറ്റർ 41 എഴുതിയാൽ മതിയല്ലോ. അതാണ് താഴെയുള്ള കാൽക്കുലേഷനിൽ ന്യൂമറേറ്റർ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ 41 എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ 45/41 എന്ന് S1ന്റെ ZJ വാല്യൂ കിട്ടുന്നു. ഇതേപോലെ തന്നെ S2ന്റെയും S3യുടെയും ZJ വാല്യൂസ് കണ്ടുപിടിക്കുക. ശേഷം ZJ വാല്യൂസിൽ നിന്ന് CJ വാല്യൂസ് മൈനസ് ചെയ്ത് ΔJ വാല്യൂസും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എല്ലാ ΔJ വാല്യൂസും പോസിറ്റീവ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫോർത്ത് ടേബിളിലാണ് ഒപ്റ്റിമം കിട്ടിയിരിക്കുന്നത്. ഇനി B കോളവും അതുപോലെ തന്നെ XB കോളവും കൂടെ നോക്കിയിട്ട് നമുക്ക് സൊല്യൂഷൻ എഴുതാം. സൊല്യൂഷൻ ഇങ്ങനെ വരുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയബിൾസിന്റെ വാല്യൂസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ 765/41 എന്ന് കിട്ടുന്നു. നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ഫോർത്ത് സിംപ്ലക്സ് ടേബിളിലാണ് ഈ ക്വസ്റ്റ്യനിൽ ഒപ്റ്റിമം നമുക്ക് കിട്ടുന്നത്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ഒന്നും കാര്യമായി മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സിംപ്ലക്സിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിന് നല്ല സ്പീഡിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തെടുക്കാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. താങ്ക്